ഹായ്. പണ്ടൊക്കെ ഈ പെരുമ്പറ കുട്ടി ആൾക്കാരെ വിളിച്ചു കൂട്ടുന്ന ഓർമ്മ വരും ഇപ്പോഴൊക്കെ റെസ്റ്റോറന്റിൽ പോയാൽ. ഒന്നുണ്ട് കേട്ടോ, ടൗണിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പം ഒരല്പം ബഹളമുള്ളത് നല്ലതാണ്. അടുത്ത മേശയിലിരിക്കുന്നവരെ പറ്റി അവരറിയാതെ പരദൂഷണം പറയാമല്ലോ. ഞാൻ കൈ കഴിച്ചിട്ട് വരാം. നമ്മുടെ ബാങ്കിലെ ജോയി അങ്ങേയറ്റത്തെ മേശയിലിരുന്ന് ആഹാരം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്ന കണ്ടു. എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. വിളിക്കുന്നു, നമുക്കൊന്ന് പരിചയപ്പെടാൻ ചെയ്യാലോ. വേണ്ട, പുള്ളിയുടെ കൂടെ വേറെ ഏതോ ഒരു പെൺകുട്ടിയുടെ ഉണ്ട്. ഭാര്യയാണോ? അല്ല, ജോയി വിവാഹം കഴിച്ചിട്ടില്ല. ഓഹോ. എക്സ്ക്യൂസ് മീ, വൺ മൊമെന്റ്. യെസ് സർ. അല്ല, അങ്ങേ അറ്റത്തെ ടേബിളിൽ ഇരുന്ന് ഇപ്പൊ ആഹാരം കഴിച്ച് എഴുന്നേറ്റ് പോയ ആൾക്കാരെ അറിയാമോ? നമുക്കെല്ലാവരും പരിചയക്കാരല്ലേ സാർ. എല്ലാവരും അറിയാം, ആരും അറിയില്ല. ഓർഡർ സർ. അല്ലത് അങ്ങേരുടെ നിയമപ്രകാരമുള്ള ഭാര്യയാണോന്നാണ് ചോദിച്ചതിന്റെ അർത്ഥം. അതിനവരെ എന്റെ മുമ്പിൽ വെച്ചല്ലോ കല്യാണം കഴിച്ചത്. കല്യാണത്തിന് എന്നോട്ട് ക്ഷണിച്ചതുമില്ല. അവരോട് 24 നമ്പർ റൂമിലാണ് താമസിക്കുന്നതെന്നറിയാം. റൈറ്റ്. അപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ ഭക്ഷണത്തിനുള്ള ഓർഡർ അങ്ങ് പറഞ്ഞേക്കാം. റൈറ്റ് സർ. നിങ്ങൾ ജോയിയെ പറ്റി പറഞ്ഞതും ഞാൻ കേൾക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. നമുക്ക് 23 നമ്പർ മുറി വരെ ഒന്ന് പോയാലോ? എന്തിന്? ചുമ്മാ ഒരു തമാശ. അവർക്കൊരു ശല്യമായാലോ? അവർക്ക് ശല്യമാവണമല്ലോ, അതാണല്ലോ നമ്മുടെ സുഖം. അക്കൗണ്ടന്റ് ജോയി ഒന്ന് ചമ്മുന്നത് കാണാം. ആൾക്കാർ ചമ്മുന്നിട്ടുണ്ടോ? അത് നല്ല രസമാണ്. എല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാം. റൈറ്റ്, വാ. തുറക്കാൻ അല്പ സമയം എടുക്കും. അകത്ത് പാഴ്സൽ എവിടെങ്കിലും ഒന്ന് ഒളിച്ചു വെക്കണ്ടേ? യെസ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്താ? അയ്യോ, സാറോ ഇവിടെ വന്നിട്ട് സാർ? ഞാൻ ഇന്നങ്ങോട്ട് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചു. അപ്പോഴാ സാർ വന്നത്. കൗണ്ടറിൽ അന്വേഷിച്ചപ്പോ ജോയിയുടെ താമസം ഉണ്ടെന്ന് അറിഞ്ഞു. ഇതാണ് എന്റെ സുഹൃത്ത് മിസ്റ്റർ അനാഥൻ. അയ്യോ, ഇത് ഭയങ്കര അതിശയമായിരിക്കുന്നല്ലോ സാർ. നമ്മൾ വിചാരിച്ചു ഇവിടെ വെച്ച് കണ്ടുപിട്ടുവന്ന്. ഞാൻ എന്റെ കസിന്റെ കോളേജ് അഡ്മിഷന് വേണ്ടി 3-4 ദിവസമായിട്ട് ഇവിടെ താമസിക്കുക. അതേതായാലും നന്നായില്ലേ ഓമനക്കുട്ട? അതെ. മിസ്റ്റർ ജോയിയെ പറ്റിയിട്ട് ഓമനക്കുട്ടൻ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അന്ന് മുതലേ മനസ്സിലാഗ്രഹിക്കുക എന്നെങ്കിലും ഒന്ന് പരിചയപ്പെടണം. പക്ഷെ ഈ എന്തു പറ്റി സാർ? നല്ലപോലെ വേർക്കുന്നു. ഹോസ്പിറ്റലിൽ ഉണ്ട് സാർ. ഹോസ്പിറ്റലിൽ വേണം സാർ. അല്ലെങ്കിൽ സൗകര്യമായിട്ട് റൂം എടുക്കാം സാർ. റൂം എടുക്കണോ? ഇവിടെ നല്ല റൂം കിട്ടും സാർ. നല്ല സൗകര്യമായിട്ട് റൂം എടുക്കാം സാർ. റൂം വേണം സാർ. റൂം എടുക്കാം. വേണം സാർ. റൂം വേണം. ചുഴലിയാണോ? ഹാർട്ടിന്റെ അവനാ വഴി. ഞാൻ ഒരു 5 മിനിറ്റ് ഇവിടെ ഒന്ന് കിടന്നോട്ടെ. അതിനെന്താ, കിടന്നോളൂ. നമ്മുടെ ജോയിയുടെ മുറിയല്ലേ? താങ്ക് യു. സാർ, ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് കിടക്കാന്ന് പറഞ്ഞ സാർ. മിസ്റ്റർ ജോയി പേടിക്കണ്ട. ഇത് പുള്ളിക്കാരന് കൂടെ വരുന്നതാ. 2 മിനിറ്റ് കൊണ്ട് മാറിക്കൊള്ളൂ. അതല്ല, ഈ ശുദ്ധവായു കടക്കാത്തോണ്ടേ ഇടുങ്ങി മുറിയായതുകൊണ്ട് ഭയങ്കര ഉഷ്ണമായിരിക്കും. ഓ, അത് സാരമില്ല. തണുപ്പുള്ള നാട്ടിൽ നിന്നാ ഞാൻ വരുന്നത്. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചൂടാവുന്നത് ഒരു സുഖമാ. അല്ല, മിസ്റ്റർ ജോയ് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക? എനിക്കിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല സാർ. അയ്യോ, ഞാനൊന്ന് മുഖം കഴിച്ചു വരാം. പോലെ ബാത്റൂം എല്ലാം വൃത്തിയായിട്ട് കിടക്കാണ്. ബാത്റൂമല്ലേ വൃത്തിയായിട്ടുള്ളൂ, ടാപ്പിൽ കൂടെ വരുന്ന വെള്ളത്തിന് വൃത്തിയായിട്ടില്ലല്ലോ. അതല്ല, സുഖമില്ലാതെ മുഖം കഴിയണ്ട. എനിക്കിങ്ങനെ സുഖമില്ലാതെ വരുമ്പോ ഞാൻ ഒരു തവണ മുഖം കഴിയാറുള്ളതാ. ഇല്ലേ നിങ്ങൾ ചോദിച്ചു നോക്കണം. മുഖം കഴിയണ്ടെന്നൊന്ന് പറയണം സാർ. അങ്ങനെയാണെങ്കിൽ മുഖം കഴിയണ്ട.
ചേട്ടാ എന്റെ മുഖത്തെ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ ആർക്കാ ഇവിടെ തൊഴിലെ പറയാം സുഖമില്ലായിരിക്കുമ്പോ മോഹം കഴിയാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇങ്ങോട്ടൊന്ന്. ആ പിന്നെ ആ ബാത്റൂമിൽ ഇരിക്കുന്ന കസിനെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചേ. ഇറങ്ങി വാച്ചേ, ഒന്ന് കണ്ടേച്ചു പോട്ടെ. ഒന്ന് കാണാൻ വേണ്ടിയാ ഞങ്ങൾ ഇവിടം വരെ വന്നത്. സാർ, കഴിഞ്ഞ 3 വർഷമായി ഞാനും ബിന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാണ്. പക്ഷെ ആ ഇഷ്ടം ബിന്ദുവിന്റെ അമ്മ അറിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളത് രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. സാറിന് ആ വീട്ടിൽ സ്ഥാനവും സ്വാതന്ത്ര്യവും കിട്ടിയപ്പോൾ ഞാനത് ലേശം ദുരുപയോഗപ്പെടുത്തി. സാറിന്റെ പേരിൽ ഞാനവിടെ ഫോൺ ചെയ്തിട്ടുണ്ട്, കത്തുകൾ അയച്ചിട്ടുണ്ട്. ബിന്ദു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ സാർ. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. സാർ എന്നോട് ക്ഷമിക്കണം. ഇറ്റ്സ് ഓൾ റൈറ്റ്.